ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നത് ക്രിസ്മസ് സ്പെഷ്യലായ കാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡറും 1.5 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ വേണം, ശ്രദ്ധിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ആണെങ്കിൽ അതിനകത്തൊരു 1/4 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ പ്ലം കേക്കിൻ്റെ മസാല ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, അവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. നിങ്ങൾക്കാണെങ്കിൽ വെയ്റ്റ് സ്കെയിൽ ഉണ്ടെങ്കിൽ മേദയാണെങ്കിൽ 200 ഗ്രാം നമുക്ക് അളന്നെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തെറ്റാതെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കപ്പിലാണെങ്കിൽ കപ്പിലുള്ള അളവിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആയി വരുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കണക്ക് ആയി കഴിയുമ്പം 200 ഗ്രാം ഞാനെങ്കിൽ പഞ്ചസാര എടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ച് ഇതിനകത്താണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇച്ചിരി നന്നായിട്ട് മിക്സായി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊടിച്ച് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കല്ലേ, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ 1/2 കപ്പ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്മെല്ലില്ലാത്ത ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മെൽറ്റ് ചെയ്ത് ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുറേ നേരത്തേക്ക് സോഫ്റ്റായിട്ട് നല്ല ഇങ്ങനെ എപ്പോഴും നമുക്കിങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ക്യാരറ്റ്. അങ്ങനെ അളന്നെടുക്കാൻ പറ്റില്ലെങ്കിൽ 2 ക്യാരറ്റ് എടുത്താൽ മതി. നന്നായിട്ട് അതിന് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കഴുകി വാഷ് ചെയ്ത ശേഷം ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സ് എടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് കേട്ടോ. 150 ഗ്രാം ഉണ്ട് ഡേറ്റ്സ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും. അപ്പോൾ അതും കൂടെ നമുക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മളാണെങ്കിൽ ഡ്രൈങ്സ് എടുത്ത് വെച്ചേക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് അതിനകത്ത് ഇട്ട് നമുക്ക് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആ നേരം നമുക്ക് ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ വേണം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 140 ഡിഗ്രിയിൽ നമുക്കാണെങ്കിൽ 1 മണിക്കൂറത്തേക്ക് എനിക്കൊരു 1 മണിക്കൂർ സമയം പിടിച്ചു കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഇതണക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറേശ്ശെ ഇടയെ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം മറന്നുപോലെ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് കാരമൽ കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കാണെങ്കിൽ ഏതെങ്കിലും കേക്ക് മെറ്റീരിയൽ ഷോപ്പില്ലേ അവിടെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടും കേട്ടോ. ക്രിസ്മസ് സമയമില്ലേ, അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഓൺലൈനൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഞാനാണെങ്കിൽ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് എടുത്തിട്ടുണ്ട്. 1 kg റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണെങ്കിൽ അതിനകത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാനാണെങ്കിൽ ഒരു 30 ഗ്രാമിനാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഗാർണിഷിങ് മേളി വെച്ചിട്ട് ബാക്കി മുഴുവൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ ബേക്ക് ചെയ്തെടുത്ത് 140 ഡിഗ്രിയിൽ 1 മണിക്കൂറത്തേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ് എടുത്തേ കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് മുറിക്കാം. ഒരു ദിവസം കഴിഞ്ഞ് അപ്പോഴേ നല്ലൊരു അടിപൊളി ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് ഇത് നമുക്കാണെങ്കിൽ ഇത് പാനിലൊക്കെ ആണെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. എന്നെ അറിയിക്കുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ കൊടുക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.